സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയത് മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും, സൂര്യശ്രീ കൊച്ചിയിൽ നിന്നും, മിഥില ബാലൻ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം മേഘന മുരളിയിലേക്കാണ്. മേഘന, എന്തൊക്കെയാണ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ പ്രവചനം അനുസരിച്ച് ഇന്ന് 7 ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് ഈ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു പ്രവചനമുള്ളത്. ഇന്നും അതിശക്തമായ മഴ തന്നെ പല ജില്ലകളിലും പ്രതീക്ഷിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതുപോലെ നാളെ മുതൽ ഈ അതിശക്തമായ മഴയൊന്നു മാറി മഴയ്ക്ക് ചെറിയൊരു കുറവ് വരാനും ശമനമുണ്ടാകാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ മണിക്കൂറിൽ ഈ മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ, ചിലപ്പോൾ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിനെയും സൂക്ഷിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുപോലെ തന്നെ ഈ മഴയുടെ കാരണമായി പറയുന്നതും അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ശക്തി വർദ്ധിച്ച് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതുമാണ് മഴ ശക്തി പ്രാപിക്കാനുള്ള കാരണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം, കടലാക്രമണത്തിനുള്ള സാധ്യത ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കൂടാതെ ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഈ മാസം 28 വരെ തുടരും. കൂടാതെ ഈ നദീ തീരങ്ങളിൽ താമസിക്കുന്നവർക്കടക്കം ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് മുന്നിൽ കണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാത്രി വൈകിയും മഴ തുടരും. പക്ഷേ നാളെ മുതൽ ഈ മഴയ്ക്ക് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി ഉച്ചയ്ക്ക് പുതുക്കിയ ഒരു പ്രവചനം വരുമ്പോൾ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയുള്ളൊരു പ്രവചനം അനുസരിച്ച് നാളെ ഒരു ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലവിലില്ല. അങ്ങനെ ഇന്നുകൂടി മഴ ശക്തമായി പെയ്ത് നാളത്തോടെ മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നിലവിലുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മിഥില ബാലൻ കൂടി ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഗുഡ് മോർണിംഗ്. ഈ പലയിടങ്ങളിലും നല്ല മഴ, ശക്തമായ മഴ, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ്, അത് വലിയ ഭീഷണിയാകുന്നുണ്ട് പലയിടങ്ങളിലും. ഇന്നിപ്പോൾ കോഴിക്കോട് രാവിലെ മഴയുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. കോഴിക്കോട് പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ അതിതീവ്ര മഴ മുന്നറിയിപ്പ് എവിടെയുമില്ല. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മലബാറിലെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലവിൽ ഇപ്പോൾ മഴയില്ല. പക്ഷേ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രി ഇടവിട്ട് അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ചാറ്റൽ മഴയാണുള്ളത്. ഈ ഓറഞ്ച് യെല്ലോ അലർട്ടാണ് കോഴിക്കോടുള്ളത്. യെല്ലോ അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ യെല്ലോ അലർട്ടിന് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് ഉൾപ്പെടെ മലബാറിലെ ജില്ലകളെല്ലാം തന്നെ കെടുതി ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുന്നു, വീടുകളുടെ ഷീറ്റ് പറന്നു പോകുന്നു. ഒപ്പം തന്നെ നല്ല വൈകിട്ടാകുമ്പോഴേക്കും നല്ല അതിശക്തമായ ഒരു കാറ്റും ഉണ്ടായിരുന്നു കോഴിക്കോടിൻ്റെ ചില മേഖലകളിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ഇത്തരത്തിലുള്ള കെടുതികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലബാറിലെ ജില്ലകളിലൊന്നും തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്. നിലവിൽ കോഴിക്കോട് ചാറ്റൽ മഴയാണ്. അതേസമയം തന്നെ ഈ തീരദേശ മേഖലകളിലുള്ളവർക്ക് പ്രത്യേകിച്ച് കാറ്റ് വീശാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ, മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്മിത. ശരി, മിഥില ബാലനാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.